ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ദിവസം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. രാവിലെ നീച്ചിനാണ് ടാസ്ക്. ഉമ്മ വിളിച്ച് കഴിഞ്ഞതിന് ശേഷം ഉറങ്ങാൻ ഒരു പ്രത്യേക സുഖമാണ്. ഉമ്മ 2 വിളി വിളിക്കും. മൂന്നാമത്തെ വിളിക്ക് നീച്ചില്ലെങ്കിൽ ഉമ്മ നേരെ പോലെ വെള്ളം എടുക്കാൻ. വെള്ളം എടുത്ത് മുഖത്തൊക്കെ വെച്ചാൽ പിന്നെ നമ്മൾ ഉറക്കം ഫസാദായി. എൻ്റെ ഒപ്പം കിടക്കണ റൊണാൾഡോ പെട്ടെന്ന് നീച്ച ഒറ്റ വിളിക്ക് തന്നെ. ഇന്ന് ഓനും നീച്ചണില്ല. ഇനി നീച്ചില്ലെങ്കിൽ ശരിയാവില്ല, മറ്റു വടി എടുക്കാൻ പോകും. പിന്നെ രാവിലെ തന്നെ അടിയിട്ടുണ്ടല്ലോ വെച്ചിട്ട് പെട്ടെന്ന് നീച്ചു. അങ്ങനെ ഞങ്ങൾ പല്ല് വെക്കാൻ വേണ്ടി ബ്രഷൊക്കെ എടുത്ത് റെഡിയാവാൻ. ഇനി പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. രാവിലെ തന്നെ അടി ഉണ്ടാക്കാനായിട്ട് നിൽക്കും. ഇനി ഞാൻ കയറുന്ന ബാത്റൂമിൽ തന്നെ ഓനക്ക് കയറണം. ഞാൻ എങ്ങനെയെങ്കിലും അടി ഉണ്ടാക്കാതെ നോക്കുമ്പോൾ ഓൻ അതിനനുസരിച്ച് ഇങ്ങനെ ഏതുണ്ടാക്കും. ഇനി രാവിലെ തന്നെ അടി ഉണ്ടാക്കണ്ടല്ലോ വെച്ചിട്ട് ഞാൻ മറ്റേ ബാത്റൂമിലേക്ക് പോകും. അല്ലെങ്കിലും അനിയന്മാർ അടി ഉണ്ടാക്കിയാൽ പിന്നെ കുറ്റം മൊത്തം നമ്മൾ മൂത്ത മക്കൾക്കല്ലേ. അങ്ങനെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി ജെട്ടി എടുക്കാൻ വേണ്ടി മോൾക്ക് പോകും. യൂണിഫോമൊക്കെ മാറ്റി ഇനി ഒതുക്കാൻ പോവാണ്. അത് കഴിഞ്ഞ് നിസ്കരിച്ചിട്ട് സമയം 6 മണി ആയിക്കണ്. 6:30 മദ്രസ തുടങ്ങില്ലേ. എത്ര പെട്ടെന്നല്ലേ നേരം വെളുക്കണത്. ഒന്ന് ഉറക്കാൻ വന്ന് നല്ല സുഖത്തിൽ ഉറങ്ങുമ്പോഴത്തേന് നേരം വരും. അങ്ങനെ ഖുറാൻ എടുത്ത് ഓതി. പിന്നെ സ്കൂൾക്ക് ഖുറാൻ ഒതിക്കാണ്ട് അതിൻ്റെ വോയിസ് റെക്കോർഡ് അയച്ചു കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച്. ഈ നേരത്തെ പിന്നെ അങ്ങനെ ഞാൻ ചായ ഒന്നും കുടിക്കലില്ല, വെള്ളം കുടിക്കല്. ഇമ്മ പൊറാട്ടക്ക് തന്ന പൈസ എടുത്ത് തലി വലിച്ചെണ്ണ തേച്ച് തൊപ്പിയിട്ടാണ് ഞാൻ പുറത്തേക്ക് പോകാൻ ഇറങ്ങി, മദ്രസ പോകാൻ ഇറങ്ങി. സാധാരണ കുളിക്കണതിന് മുമ്പ് എണ്ണ തേച്ചിട്ട് കഴിഞ്ഞ് പിന്നെ ഞാൻ കുളി കഴിഞ്ഞാൽ വെളിച്ചെണ്ണ തേക്കല്. അങ്ങനെ തലി തൊപ്പിയൊക്കെ ഇട്ട് ഞാൻ മദ്രസക്ക് പോകാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. സാധാരണ ഞാൻ സൈക്കിൾ മേലാണ് മദ്രസക്ക് പോകല്. 6:30 മുതൽ 7:30 വരെയാണ് ഇക്കുള്ള ക്ലാസ്. ഞാൻ 8 മണിക്ക് ബസ് വരുന്നതുകൊണ്ട് ഞാൻ നേരത്തെ പോയി. അങ്ങനെ സൈക്കിൾ എടുത്ത് മനോട് സലാം പറഞ്ഞ് ഞാൻ മദ്രസക്ക് പോയി. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് അയാൾക്ക് സ്കൂളില്ല. അപ്പോൾ ഇന്ന് വൈറ്റ് ഡ്രസ്സ് ആയിരുന്നു. ഞങ്ങൾ രണ്ടാളും 2 സ്കൂളിലാണ്. ഓൻ തർത്തീലിലും ഞാൻ ഗോൾഡനിലും. ഞങ്ങൾക്ക് പൊതുവെ സെക്കൻഡ് സാറ്റർഡേയിലും സൺഡേയിലും മാത്രമേ ലീവുള്ളൂ. ഓൾക്ക് എല്ലാ സാറ്റർഡേയും ലീവുണ്ട്. ഓൻ മദ്രസക്ക് പോകാനതിൻ്റെ ഇടയിൽ ഒരു വെള്ള നായ മുറ്റത്തേക്ക് വന്ന് ഓനതിനെ മണ്ടിച്ച് ചെയ്യാണ്ട് ഓൻ അമ്മച്ചോണ്ട് വലിയ തള്ളലും നല്ലതുണ്ട്. ഞാൻ നായനൊന്നും കാണലുണ്ട്, എനിക്ക് അതിനൊന്നും പേടിയാന്ന് ഓൻ പറയുന്നുണ്ട്. ഓൻ ഒറ്റക്ക് നടന്നാണ്ട് തന്നെ മദ്രസക്ക് പോകല്, ഞാൻ സൈക്കിളുമല്ലോ. അങ്ങനെ ഓനും അമ്മച്ചിനോട് സലാം ചൊല്ലിയാണ്ട് ഓനും പോയി. 7:30 അപ്പം ഞാൻ മദ്രസ ഇട്ടന്ന്. പിന്നെ പൊറോട്ടയും കൊണ്ടുവന്ന്. തലേന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഞാൻ അന്നത്തെ ബീഫും പിന്നെ ഇന്ന് കൊണ്ടുവന്ന പൊറോട്ട, ചൂടുള്ള പൊറോട്ട ചൂടുള്ള ബീഫും. പുടുത്തം മുട്ട ടേസ്റ്റ് അടിപൊളി. സ്കൂൾക്ക് പോകാൻ വേണ്ടി ഞാൻ ഇൻഷേർട്ടും ചെയ്തുകൊണ്ട് ടാഗ് എടുത്തൊന്നും കണ്ണാടി നോക്കി മൂടിയൊക്കെ സ്റ്റൈലാക്കിയാണ് പോവാ. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയാണ്ട് ഞാൻ ഷൂസ് ഇട്ടുകൊണ്ട് ഉമ്മാനോട് സലാം ചൊല്ലി ഞാൻ സ്കൂൾക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ മദർസിട്ട് വന്നു. ഓൺ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തപ്പോൾ ഓൻ്റെ വർത്തമാനം കെട്ടിക്കാണ്ട് എൻ്റെ പങ്കണി ചെന്നു. ഓളെ പേര് റുവാന്നാണ്. ഓളെ കണ്ടാൽ പിന്നെ അവൻ ഇങ്ങനെ അതിന് ഉമ്മച്ചൊരു ഇതാക്കും. അങ്ങനെ ഓല രണ്ടാളും ചായ ഒക്കെ കുടിച്ച് ഓളെ തൊള്ളേക്ക് ചെറിയ പിച്ചാണ് കൊടുക്കുന്നുണ്ട്. ഓൾക്കല്ലെങ്കിൽ ഉമ്മ പൊടി തന്നെ കൊടുക്കല്. അത് കഴിഞ്ഞ് പിന്നെ ഓനക്ക് സ്കൂളില്ലാത്തതായതുകൊണ്ട് ഓല രണ്ടാളും കൂടി അവിടെ നിന്ന് കളിച്ചു. കുട്ടീനെ നോക്കാനുള്ള ഓനെ ഏൽപ്പിച്ച് കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ ഓളെ കുറുമ്പ് ഉണ്ടാവും, കുറച്ച് കുറുമ്പ് കൂടുതലാണ്. പിന്നെ ഞങ്ങൾ എളാപ്പാൻ്റെ വീട്ടിൽ വിരുന്നുണ്ടായിരുന്നേ. ഇവരെല്ലാവരും അങ്ങോട്ട് പോവാണ്. ഓലെല്ലാവരും പിന്നെ ചോറ് കഴിക്കാതിരുന്ന്. റുവക്കും കുറച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. ഓൾക്ക് ബിരിയാണിയൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ കുറച്ചൊക്കെ ഓള് തിന്നും. പിന്നെ അവിടുത്തെ ഉമ്മമ്മ ഓളെ എടുത്തുകൊണ്ട് ഓളെ കളിപ്പിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വന്നു. സാധാരണ ഞങ്ങൾക്ക് ഉച്ച വരെ സ്കൂൾ ഉണ്ടാവുള്ളൂ. ഞാൻ വന്നപ്പോഴൊക്കെ എല്ലാവരും ചോറ് തന്നെ കഴിഞ്ഞേ. അല്ലെങ്കിൽ ഒറ്റക്ക് ചോറുമ്പോഴല്ലേ നല്ല സമാധാനത്തിലൊക്കെ ചോറ് തിന്നാൻ പറ്റുള്ളൂ. അതിനിടയ്ക്ക് നല്ല ലെഗ് പീസും കിട്ടിക്കണം. നല്ല ലഗോണ്ട ചിക്കൻ ബിരിയാണി ആയിരുന്നു, അടിപൊളി. പരിപാടി കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും വന്നു. റുവ പൂച്ചനെ വെച്ച് കളിക്കണേ. ഓൾക്ക് പൂച്ച നല്ല ഇഷ്ടമാണ്. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മഴയൊക്കെ പെയ്ത് ഭയങ്കര മഴയായിരുന്നു. ഞാൻ അസർ സ്കരിച്ചു. ലോറ് പിന്നെ ഞാൻ സ്കൂളിൽ തന്നെ സ്കരിച്ചു. അവിടെ പള്ളി ഉണ്ടാവുന്നതുകൊണ്ട് ഞാൻ അവിടെ നിന്നാണ് സ്കരിക്കല്. പിന്നെ വൈകുന്നേരമായി, കളിക്കാൻ പോകാനുള്ള ടൈമായി. അപ്പോൾ ഞങ്ങൾ ഫുട്ബോളാണ് കളിക്കല്. പിന്നെ ഞാൻ ഈ യൂണോ കാർഡ് എടുത്തുകൊണ്ടാവും. ഇനിയിപ്പോൾ ഫുട്ബോൾ കളിച്ചുകൊണ്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ യൂണോ കാർഡ് എടുത്ത് കളിച്ചലാണ്. അങ്ങനെ ഞാൻ കളിച്ചാൻ പോയി. മഗ്‌രിബിന് ഞാൻ പിന്നെ പള്ളിയിൽ പോയി. പിന്നെ വീട്ടിൽ നിന്ന് ഞാൻ ഖുർആൻ എടുത്തു പോയി. പിന്നെ എഴുതാളൊക്കെ എഴുതി, ഫുഡൊക്കെ കഴിച്ച്. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല.
എല്ലാതും കഴിഞ്ഞ് ഉറങ്ങാൻ പോകുമ്പോൾ ഞങ്ങളെ പാത്തുമാരുടെ സ്ഥിരം പരിപാടിയാണ്. ഓ ഡ്രസ്സും ഞങ്ങളുടെ ഡ്രസ്സൊക്കെ ഇങ്ങനെ വാരിടുക. ഭയങ്കര വിക്രസാണ്. ഓക്കുള്ള പമ്പേഴ്സ് ഓറഞ്ച് തിരഞ്ഞെടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് രണ്ടാളും കിടക്കാനുള്ള ടൈമായി. ഞങ്ങൾക്ക് കിടക്കാനുള്ള ബെഡും ഇതൊക്കെ സെറ്റാക്കി ഞങ്ങൾ കിടക്കാൻ തന്നെ. ഞാനും ആയാലും ഒരു റൂമിലാണ് കിടക്കണ്ടേ. ഉമ്മച്ചിയും കുട്ടിയും വേറെ റൂമിലാണ്. അപ്പോൾ ഏതായാലും ഗുഡ് നൈറ്റ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളൊരു ദിവസം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.